നമസ്കാരം. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത്. ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തുവെന്നാണ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിന്മേൽ കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് കൃഷ്ണകുമാറും മകൾ ദിയയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും. അതേസമയം ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളാണ് നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത്. ജീവനക്കാരികൾ പറഞ്ഞത് മുഴുവൻ അവർക്കെതിരെ തിരിഞ്ഞുകുത്തുമെന്നും ഇവരും വ്യക്തമാക്കി. പണം അപഹരിച്ചവരുടെ ജീവിത സാഹചര്യം വരെ മാറി. കേസുമായി ബന്ധപ്പെട്ട ആരും രാഷ്ട്രീയം കലർത്തരുതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ചിലരൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ടെന്നും കൃഷ്ണകുമാർ വിശദീകരിച്ചു. നടൻ കൃഷ്ണകുമാർ മകളും ദിയയും ബലം ഉപയോഗിച്ച് തന്നെ തട്ടിക്കൊണ്ടുപോയെന്ന ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതി ശരിയല്ലെന്ന് കാണിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവനക്കാരികളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്നതായി ദൃശ്യങ്ങളിലില്ല. ഒരു ജീവനക്കാരി സ്വന്തം സ്കൂട്ടറിലാണ് കാറിന് പിന്നാലെ പോകുന്നത്. ജീവനക്കാരികൾ പറഞ്ഞതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയാകുകയാണെന്നാണ് കേസിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കൃഷ്ണകുമാറും ദിയയും പറഞ്ഞു. കൃഷ്ണകുമാറും ദിയയും തങ്ങളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയതിനാലായിരുന്നു ജീവനക്കാരികളുടെ പരാതി. പക്ഷേ ദിയയുടെ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ അങ്ങനെയല്ല. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ബഹളത്തിലേക്ക് നീങ്ങിയപ്പോൾ അസോസിയേഷൻ പ്രതിനിധികൾ ഇടപെട്ടിരുന്നു. പിന്നാലെയാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമൊപ്പം 3 ജീവനക്കാരികളിൽ 2 പേർ കാറിൽ കയറുന്നത്. ഈ ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. ചുറ്റും കൂടുതൽ സ്ത്രീകളടക്കമുള്ളവർ ഉണ്ട്. ജീവനക്കാരിൽ ഒരാൾ അവരുടെ സ്കൂട്ടറിലാണ് വാഹനത്തിന് പിന്നാലെ പോകുന്നത്. ഫ്ളാറ്റിൽ നിന്ന് ഇവർ നേരെ പോകുന്നത് അമ്പലമുക്കിലെ കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്കാണ്. പക്ഷെ അവിടെ CCTV ഇല്ല. തട്ടിക്കൊണ്ടുപോകലിനൊപ്പം പണം തട്ടിയെടുത്തെന്ന പരാതിയിലുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജീവനക്കാരികൾ തട്ടിയെടുത്തത് 69 ലക്ഷം രൂപയാണെന്ന് കൃഷ്ണകുമാറിന്റെ പരാതി പോലീസ് അതേപടി വിശ്വസിച്ചിട്ടില്ല. ദിയയുടെയും ജീവനക്കാരികളുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുകയാണ്. ഇതിനുശേഷം എല്ലാവരുടെയും മൊഴിയെടുത്താകും അന്തിമ നിഗമനത്തിലെത്തുക. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമെന്ന നിഗമനത്തിലേക്ക് പോലീസ്. മോഷണ ആരോപണം ഉയർന്നതോടെ രക്ഷപ്പെടാൻ വേണ്ടി കൗണ്ടർ കേസായി നൽകിയെന്ന നിഗമനത്തിലാണ് അന്വേഷണം. നിലവിൽ ലഭ്യമായ തെളിവുകൾ പരിശോധിക്കുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരായി പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ദിയയുടെ ഓബയോസി എന്ന സ്ഥാപനത്തിൽ നിന്ന് മുൻ ജീവനക്കാർ പണം മാറ്റിയതിന് പോലീസിന് തെളിവ് ലഭിച്ചതായി പിന്നാലെയാണ് തീരുമാനം. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം കൂടുതൽ വ്യക്തമായത്. ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്ക് എതിരാണെന്നാണ് കണ്ടെത്തൽ. ജീവനക്കാർ പണം എങ്ങനെ ചിലവഴിച്ചുവെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം അക്കൗണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. പണം പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയെന്ന് ജീവനക്കാർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ATM വഴി വലിയ തുകകൾ പിൻവലിച്ചിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ ജീവനക്കാർ നൽകിയ പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന നിലയിലാണ് കാര്യങ്ങൾ. ബാങ്കിൽ നിന്ന് ശേഖരിച്ച അക്കൗണ്ട് വിവരങ്ങളുടെ പ്രാഥമിക പരിശോധനയിലാണ് സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയിരിക്കുന്നത്.